ചിന്നക്കനാലുകാർക്ക് അരിക്കൊമ്പൻ ഒരു വൈകാരിക വിഷയമായിരുന്നു. ജനിച്ച മണ്ണിൽ ആനയ്ക്ക് മാത്രമല്ല മനുഷ്യനും ജീവിക്കണം. വീടുകൾ തകർക്കപ്പെട്ടു, ജീവനുകൾ ചവിട്ടിയരയ്ക്കപ്പെട്ടു. എല്ലാത്തിനും ഉത്തരവാദി അരിക്കൊമ്പൻ മാത്രമല്ലെന്ന് അറിയാമായിരുന്നെങ്കിലും അന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കുമെന്നറിയാമായിരുന്ന ആ കാലം. ജനങ്ങൾ ആദ്യം തെരുവിലിറങ്ങി, പിന്നാലെ രാഷ്ട്രീയ പാർട്ടികൾ. മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആനകളെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ. വയനാട്ടിൽ പിടിച്ചു, പാലക്കാട് പിടിക്കുന്നു. എന്തുകൊണ്ട് ഇവിടെയുള്ള ആനകളെയും പിടിച്ചുകൊണ്ടുപോയി ഇവിടുത്തെ ജനജീവിതം സമാധാനപരമായി ജീവിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. അരിക്കൊമ്പൻ മിഷൻ അനിശ്ചിതത്വത്തിലായപ്പോൾ ആ സ്വരം മാറി. കാടിറങ്ങിയെത്തുന്ന ആനയായാലും കടുവയായാലും കൊല്ലണമെന്ന് LDF നേതാക്കൾ പരസ്യമായി പറഞ്ഞു. അരിക്കൊമ്പൻ എന്ന് പറയുന്ന ഏത് വന്യമൃഗ അക്രമകാരികളായ ആനയാകട്ടെ, അക്രമകാരികളായ വന്യമൃഗങ്ങളാകട്ടെ, അതിനെ പിടിച്ച് വേറെ എവിടെയെങ്കിലും കൊണ്ട് വിട്ടാൽ അതൊരു പരാജയമാണ് എന്ന് ലോകരാഷ്ട്രങ്ങളിൽ അത് തെളിയിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മൃഗങ്ങൾ പുറത്തേക്ക് വന്നാൽ ഒന്നെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ്. തിരഞ്ഞെടുപ്പ് കാലത്ത് അധികം കേൾക്കാതിരുന്ന മണിയാശാന്റെ ശബ്ദം അരിക്കൊമ്പൻ കാലത്ത് ശക്തമായിരുന്നു. മനുഷ്യനാണ് നേരിടുക. ഒരു ഗവൺമെന്റ് ചെയ്യാവുന്നൊക്കെ ചെയ്യും. ഗവൺമെന്റിന്റെ പരാജയമാണ് ഇത്. കാട്ടാനയുടെ കാര്യം ഞാൻ ചോദിക്കാം, പിണറായി വിജയൻ ഉണ്ടാക്കിയതാണോ കാട്ടുപന്നിയല്ല? തിരനിറച്ച തോക്കിനേക്കാൾ ശേഷിയുള്ള ശബ്ദം. ഈ പറച്ചിൽ തന്നെ ഉടുക്കാന്ന് പറഞ്ഞാൽ പോരാ, ഉടുക്കണം. പക്ഷേ എല്ലാ ശബ്ദങ്ങളും അവസാനിപ്പിച്ച് അരിക്കൊമ്പൻ മലയിറങ്ങി. ഒപ്പം ഒരു വോട്ടുകാര്യവും. അരിക്കൊമ്പനില്ലെങ്കിലും കാടിറങ്ങുന്ന വന്യജീവി ശല്യത്തിൽ പൊറുതിമുട്ടിയ ഒരു വോട്ടുണ്ട് ആ ബാലറ്റിൽ. ഇലക്ഷൻ ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.